ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്പോഴെന്ന് വിചാരിച്ചാൽ ബീജിങ്ങിലാണ്, ചൈനയിലെ ബീജിങ്ങിൽ ബസ്സിലാണുള്ളത്. ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. സിറ്റി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീജിങ്ങിലുള്ള സിറ്റിയാണ് ഈ കാണുന്നത്, മെയിൻ സിറ്റി. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര വലിയ തിരക്കുകളൊന്നുമില്ല, ഫ്രീ ആണ്, ട്രാഫിക് അത്ര വലിയ. ഇവിടെ പിന്നെ ട്രാഫിക് അത്ര ബ്ലോക്കുകൾ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി ട്രാഫിക് സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മൾ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബീജിങ്ങിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഇന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് എന്ന് പറഞ്ഞത് ടൂർ ഗൈഡ്. ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള പല സ്ഥലങ്ങളിലേക്കും കവർ ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂർ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബീജിങ്ങിലുള്ള മെയിൻ അട്രാക്ഷൻസായ ബേർഡ് നെസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം ഉണ്ടല്ലോ, അവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ഒളിമ്പിക് നടന്ന സ്റ്റേഡിയമാണല്ലോ ബേർഡ് നെസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം. അവിടെ നിന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന് കാണാൻ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർബിഡൻ സിറ്റി, പിന്നെ ടിയാമിൻ സ്ക്വയർ. ഈ ടിയാമിൻ സ്ക്വയറും ഫോർബിഡൻ സിറ്റിയും ഏകദേശം അടുത്തടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പാലസ് മ്യൂസിയം. ഇതൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയുള്ളതെന്ന്. ഓക്കെ. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിപ്പോൾ ചൈനയിൽ ബെയ്ജിങ്ങിലാണ് ഉള്ളത്. നമ്മുടെ ചൈനയിൽ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്ന നെസ്റ്റ് സ്റ്റേഡിയം ഉണ്ടല്ലോ, മറ്റേ ബേർഡ്സ് ഒളിമ്പിക്സ് സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസിലൊരു അടിപൊളി ഒരു കോർട്ട്യാർഡ് ഉണ്ട്, നല്ല ഭംഗിയുള്ള കോർട്ട്യാർഡ്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഗംഭീരമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ നോക്കി നമുക്ക് നല്ലത്. ഇതാണ് ആ സ്ഥലം, അടിപൊളി ഒരു കോർട്ട്യാർഡ്. വൈകുന്നേരം വാക്കിങ്ങിനൊക്കെ പറ്റിയത് സ്ഥലമാണ്. ഇവിടെയാണ് പിന്നെ നെസ്റ്റ് ബേർഡ് ഉള്ളത്. നോക്കാം, ബേർഡ്സിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കിയ ഒളിമ്പിക് സ്റ്റേഡിയമാണ്, ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്ന സ്റ്റേഡിയമാണിത്. അടിപൊളി കംപ്ലീറ്റ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്റ്റേഡിയം. ആ ദൂരത്ത് കാണുന്നതാണ് സ്റ്റേഡിയം. അതിൻ്റെ എൻട്രൻസിലേക്ക് ആകുമ്പോഴത്തേക്കും നടന്ന് പോകുന്നത്. ഉള്ളിൽ കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തരാം. ഏകദേശം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ദൂരത്തുനിന്ന് കാണുന്നതാണ് ബേർഡ്സ് നെസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം. അടിപൊളി ഭംഗിയുണ്ട് അതിൻ്റെ ഫ്രണ്ടിലെല്ലാം കാണാൻ. എന്താ രസമല്ലേ, സൂപ്പർ സൂപ്പർ. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ. അധികം ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ബഗ്ഗിയുണ്ട് ഇവിടെ നിന്നുണ്ട് അങ്ങോട്ടേക്ക്. എൻ്റെ കൂടെ വന്ന ആൾക്കാർ കുറച്ചും കൂടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ ബാക്കിയാണ് ഉള്ളത്. അവരടുത്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 സ്റ്റേഡിയം ഉണ്ട്. ഇതാണ് ബേർഡ്സ് നെസ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയം. ഇതിന് തൊട്ടപ്പുറത്ത് വേറൊരു സ്റ്റേഡിയം ഉണ്ട്, അതും ഒന്ന് കാണുന്നത്. ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ മുൾഭാഗത്ത് നിന്ന് കണ്ടുപോകാം. ഇവിടത്തേക്ക് വാഹനങ്ങളൊന്നും പ്രവേശനമില്ല, അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ. ഒരു പെഡസ്ട്രിയൻ ലൈന് പോലെ നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കുറച്ച് നടക്കാനുണ്ട്, ഒരു 500 മീറ്ററിൻ്റെ നേരെ നടക്കാനുണ്ട്. ആ കാണുന്നതാണ് ഒളിമ്പിക് സ്റ്റേഡിയം. ദൂരത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോ നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരം കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റുകളാണ് ഈ ടോയ്ലറ്റുകൾ. നമ്പർ ഇട്ടിട്ട് ടോയ്ലറ്റിനൊന്നും പ്രശ്നമില്ല. ചെറുങ്ങനെ വൈകുന്നേരമായി 5:30-6 മണി ഏകദേശം. ചെറിയൊരു തണുപ്പ് കയറി വരുന്നുണ്ട്. നടന്ന് കുഴഞ്ഞ്. ഇവിടെ ഒളിമ്പിക് സെൻട്രൽ സർവീസ് ഏരിയ ടോയ്ലറ്റ്സ്. കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഇങ്ങോട്ട് നടന്നു നോക്കാം, എന്തൊക്കെയാണ് നോക്കാൻ. അതിൻ്റെ ഇവിടെ വരത്തിട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരാൾക്കാർ ഓടുന്ന ആൾക്കാരും കൂടി കുറച്ച്.
ഇതാണ് ഒളിമ്പിക് സ്റ്റേഡിയം. 1米2以下儿童可免费参观，这边可以咨询购票。进水立方场馆参观水之光公益秀，48元每位，60至64周岁男女票的游客到服务中心购票。进场馆参观游览的可以观看光影秀廊，没有票的游客到服务中心购票。进场馆参观游览的可以观看光影秀廊。 ഒരുപാട് സുവനീർ കടകളൊക്കെ ഉണ്ട്. ഒരുപാട് നടന്നു പോകുന്നു. സ്റ്റേഡിയം മെയിൻ റോഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം കുറച്ചും കൂടി മുമ്പിലെത്തിയിട്ട് അടുത്ത വീഡിയോ ആ ഒളിമ്പിക് സ്റ്റേഡിയം നടന്ന സംഭവം 2002-ലും 2008-ലും ഇവിടെ നാഷണൽ ഒളിമ്പിക് നടന്ന സ്ഥലമാണ്. അത് കംപ്ലീറ്റ് സ്റ്റീലിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഫുള്ള് സ്റ്റീൽ സ്ട്രക്ചറിലാണ്. എത്ര സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇടയ്ക്ക് ഫോട്ടോ എടുത്തു. ഞാൻ അപ്പോഴത്തേക്കും ഫ്രണ്ടിലുണ്ട്. ബേർഡ് നെക്സ്റ്റ് ഒളിമ്പിക് സ്റ്റേഡിയമാണ്, ഒളിമ്പിക് മ്യൂസിയം. അതിൻ്റെ അടുത്ത് നിന്ന് ആടത്തേക്കും ചെന്നപ്പോൾ എന്താ അതിൻ്റെ സ്ട്രക്ചർ എന്താ. അത് ലൈറ്റും കാര്യങ്ങളും സൂപ്പറാണ് അല്ലേ? രാത്രി ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ലൈറ്റ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും രാത്രി ഒരു വെയിറ്റ് ചെയ്ത് ലൈറ്റ് ഇടുവോ ഇല്ലയോ നോക്കാമല്ലോ. ബെയ്ജിങ് ഒളിമ്പിക് മ്യൂസിയം ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത്, അതും കൂടി പറ്റും നോക്കാം. ഇതിൻ്റെ മെയിൻ ഒരു ഷോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ നമ്മൾ അങ്ങനെ എല്ലാം നടന്നുകൊണ്ടിരിക്കും. നോക്കാം എന്താണ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. ബേർഡ്സ് നെക്സ്റ്റ് ഗിഫ്റ്റ് സ്റ്റേഡിയം, ബീച്ചിങ് ഒളിമ്പിക് മ്യൂസിയം. രണ്ട് സ്റ്റേഡിയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതിൽ രണ്ടാമത്തെ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നതാണ്. ഇത് സ്വിമ്മിംഗ് പൂളാണെന്നറിയാം. ഒരു 12 സ്വിമ്മിംഗ് പൂളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വലിയ പൂളുകളാണ്. പൂളിലാണല്ലോ മത്സരങ്ങൾ, സ്വിമ്മിങ് മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ആ സ്വിമ്മിംഗ് പൂളാണത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കഫ്റ്റീരിയകളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കാണാൻ വിചാരിച്ചിരിക്കുകയാണെന്നറിയാം. രാത്രി നല്ല ഭംഗിയില്ലേ കാണാൻ. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വെളിച്ചമൊക്കെ വന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് ടൂറിസ്റ്റ് ഏജൻസിമാർ ഇവിടെ ഇങ്ങനെ വന്നവരെല്ലാവരും ഇവിടെ നിന്ന് കൂട്ടം തെറ്റി പോകുന്നറിയാം. ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയില്ലേ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ കാണാൻ. ഉള്ളിലോട്ട് ഞങ്ങൾ പോയിട്ടില്ല, പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അവിടം വരെയുള്ളൂ. ഇതാണ് മറ്റേ ഹോട്ടൽ, 7 സ്റ്റാർ ഹോട്ടലാണ്. ഈ പ്ലേയേഴ്സൊക്കെ വന്ന് താമസിക്കുന്ന ഹോട്ടലാണെന്നറിയാം. ഇത് അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ സുഖമായിട്ട് ഇതുവഴി അങ്ങനെ തന്നെ നടന്നു പോകാൻ പറ്റും. ഇത് അവിടെ നേരിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു വരാൻ, അല്ല വണ്ടിയിലായിരിക്കും മിക്കവാറും അവർ പോകുന്നുണ്ടാവും അല്ലേ. ഈ പ്ലേസൊക്കെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു 7 സ്റ്റാർ ഹോട്ടൽ, അടിപൊളി സെറ്റപ്പ് തന്നെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ലൈറ്റൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. ഈ വൈകുന്നേരം വാക്കിങ്ങിന് എല്ലാവരും എത്ര ആൾക്കാരാണെന്ന് പറയുക ഇതുവഴി നടന്നു പോകുന്നത്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും സ്റ്റേഡിയം സൂപ്പറായിട്ടുണ്ട്. നമ്മൾ സ്റ്റേഡിയം കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങൾക്ക് പോയിട്ടില്ല, പോകാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്ക്, പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞവർ. നല്ല രസമുണ്ട് കാണാൻ.
നമ്മൾ പിറ്റേത്തെ ദിവസം റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകണമെന്നറിയാം. ബസ് കുറച്ച് ദൂരത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്താണ് ബസ്സുള്ളത്. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നമ്മളിപ്പം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടിയാമിൻ സ്ക്വയർ ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടാവില്ല. ടിയാമിൻ സ്ക്വയറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടിയാമിൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിശാലമായ പൊതുസ്ഥലമാണ്. ലോകത്തെ ഏറ്റവും വലിയൊരു പബ്ലിക് സ്ക്വയർ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബീജിങ്ങിൽ ടിയാമിൻ സ്ക്വയറിൻ്റെ അടുത്താണെന്ന് പറയാം. ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശാന്തിയുടെ വാതിൽ എന്നാണ്. ഇത് ചൈനയുടെ രാഷ്ട്രീയ, സാംസ്കാരിക, ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു കേന്ദ്രമാണിത്. ടിയാമിൻ സ്ക്വയർ 1415 മിഗ് രാജവംശത്തിൻ്റെ കാലത്താണ് ആദ്യമായി രൂപപ്പെട്ടത്. 1949 മാവോ സേതുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തെ തുടർന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ചത് ഇവിടെ വെച്ചാണ്. ഇത് ചൈനയുടെ ആധുനിക ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ്. പിന്നെ 1989 ലോക ശ്രദ്ധ നേടിയൊരു പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അതായത് ഇവിടെയുള്ള സാധാരണ ജനങ്ങളും പിന്നെ ഈ വിദ്യാർത്ഥികളൊക്കെ കൂടിച്ചേർന്ന് ഇവിടെ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്തി ഈ സ്ക്വയറിൽ വെച്ചിട്ട്. അപ്പോൾ ഇവിടെയുള്ള ഭരണാധികാരികൾ ഈ വിദ്യാർത്ഥികളെയൊക്കെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. 1000-ഓളം വിദ്യാർത്ഥികൾ ഇവിടെ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ സ്ക്വയർ. അത്രയും വിശാലമായ ഒരു സ്ക്വയറാണിതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സംഭവം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ പണിയെടുത്ത് നമ്മൾ ഈ ടൂറിസ്റ്റുകളായിട്ട് നമ്മളിവിടെ വരുമ്പം ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടുത്തെ ഗൈഡുകൾ കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല. കാരണം അവരുടെ സാംസ്കാരിക മൂല്യച്യുതം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നടന്ന സംഭവം അവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഈ സ്വർഗീയ ശാന്തിയുടെ വാതിൽ എന്നാണ് ഈ ടിയാമിൻ സ്ക്വയറിൽ അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ തന്നെയാണ് ചരിത്രപരമായ ഗേറ്റ് ഉള്ളത്. പിന്നെ അതുപോലെ മാവോ സേതുങ്ങിൻ്റെ മെമ്മോറിയൽ ഹാൾ, അതായത് മാവോയുടെ ശരീരം സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. പീപ്പിൾസ് ഹീറോയിസിൻ്റെ സ്മാരകം ഇവിടെയാണ്. ചൈനയുടെ വിപ്ലവകാരികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന സ്മാരകം ഇവിടെയാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ചൈന സ്ക്വയറിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ചൈനയുടെ ചരിത്രവും കലയും പ്രദർശിപ്പിക്കുന്നുണ്ട് ഇവിടെ. ടിയാമിൻ സ്ക്വയർ എന്നത് ചൈനയുടെ ദേശീയ ആഘോഷങ്ങളുടെ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ദേശീയ ദിനമായ ഒക്ടോബർ 1 വിനോദസഞ്ചാരികൾക്കും പ്രാദേശിക ജനങ്ങൾക്കും ഒരു പ്രധാന കേന്ദ്രമായിരുന്നത്. ചൈനയുടെ ശക്തിയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് ടിയാമിൻ സ്ക്വയർ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത്രയധികം ടൂറിസ്റ്റേഴ്സ് ഇവിടെ വന്നു പോകുന്നൊരു സ്ഥലമാണിത്. 1950 പ്രക്ഷോഭത്തിന് ശേഷം ഓർമ്മകൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഭയങ്കര വിലക്കിയിരിക്കുന്നു പറയാം. കാരണം ഇവിടുന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ സംഭവങ്ങളും മനുഷ്യ ചർച്ചകളിലും പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. അത്രയും ഭയങ്കര ഒരു സംഭവമാണ് ഇത് നടന്നിരിക്കുന്നത് ഇവിടെ. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ടൂറിസ്റ്റേഴ്സ് പിന്നെ നമ്മൾ ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും അവർ നമുക്ക് പറഞ്ഞു തരില്ല. നമുക്കൊരു വോക്കി ടോക്കി തരുന്നറിയാം. നമ്മുടെ ചെവിയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ ഡയറക്ഷൻ നൽകും. ഇതെന്താണ് സംഭവം, ആ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വോക്കി ടോക്ക് വെച്ചിട്ടായിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ സംസാരിക്കുന്നതെന്നറിയാം. അതായത് ഈ ചൈനയിൽ ഈ ഒരു സംഭവം നടന്നത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് തന്നെ ഒരു മാനക്കേടാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സംഭവം നടന്നത് പുറത്ത് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് CCTV സെക്യൂരിറ്റികളും CCTV ക്യാമറകളും മൊത്തം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതാണ് ഇങ്ങനെ കാണുന്നത്. ഈ റോഡിൻ്റെ അടിയിലൂടെ ഒരു അണ്ടർപാസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ അണ്ടർപാസ് കടന്ന് ഞങ്ങൾ അപ്പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അങ്ങനെ തന്നെ ഞങ്ങൾ മേലോട്ടേക്ക് കയറി. ഇവിടെയാണ് കാണുന്ന മാവോ സേതുങ്ങിൻ്റെ ആ പ്രതിമയാണ് കാണുന്നത്. അതിൻ്റെ കുറച്ച് മുമ്പോട്ട് കാണുന്നതാണ്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ജനങ്ങൾ തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്ന് പോകണമെന്ന് പറയാം. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു റോഡാണ് ഞങ്ങൾ ആ റോഡിൻ്റെ അടിയിൽ കൂടിയാണ് അണ്ടർപാസ്. അതിലൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേലെ കൂടെ റോഡ് ഹൈവേ ആണ് പോകുന്നത്. 4 വരി പാതയാണ് ആ കാണുന്നത്. ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോകണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുമാണ്. നമ്മുടെ ഗൈഡാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഒരു നീല കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഗൈഡ്. ആലീസ് എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അവർ മുമ്പിലിങ്ങനെ നടന്ന് അവർ ബേക്കാലം ഇങ്ങനെ പോകണമെന്നറിയാം. നല്ല തിരക്കാണ്. വഴിതെറ്റി പോയി കഴിഞ്ഞാൽ മൊത്തം സീനാവും. അതുകൊണ്ട് എല്ലാവരും ഒരേ ഗ്യാങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് കാണാണ്ടായി പോവുക ഭയങ്കര സാധാരണമാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഈ മാവോ സേതുവിൻ്റെ ഈ പ്രതിമ കാണുന്ന ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കൾച്ചറൽ മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ആണെന്നറിയാം. എല്ലാ സ്ഥലത്തും ഭയങ്കര ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ സെക്യൂരിറ്റി ഫോഴ്സ് നമ്മളെ കംപ്ലീറ്റ് ക്യാമറകൾ വെച്ചിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു അടിപൊളി വ്യൂ ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് കുറേ നടന്നു പോകാനുണ്ട്. ഇതാണ് കൾച്ചറൽ സെൻ്ററാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം, എന്നിട്ട് എന്തൊക്കെയുള്ളത് നോക്കാം. സിറ്റിയുടെ അകത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്.
ഫോർബിഡൻ സിറ്റിയുടെ എൻട്രൻസ് ഭാഗത്താണുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. പിന്നെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. നമ്മൾ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുമെന്നറിയാം. അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ. നമ്മളിപ്പം നടന്ന് ഏകദേശം പാലസ് മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കണമെന്ന് പറയാം. ഇതാണ് പാലസ് മ്യൂസിയം. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമുള്ളത്. പാലസ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഈ ഫോർബിഡൻ സിറ്റി, വലിയൊരു സിറ്റി പോലുള്ള സ്ഥലം തന്നെ. ഏകദേശം ഭയങ്കര തിരക്കാണ് ഇവിടെ എന്ന് പറയാം. ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് തന്നെ. ഭയങ്കര തിരക്കാണിത്. പിന്നെ ബീജിങ്ങിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പാലസ് മ്യൂസിയം. ഇത് ചൈനയുടെ മിഗ് കിങ് രാജവംശങ്ങളുടെ ചക്രവർത്തിമാരുടെ പുരാതന രാജീയ കൊട്ടാരമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. 1406 മുതൽ 1420 വരെ നിർമ്മിച്ച ഈ വിശാലമായ കൊട്ടാര സമുച്ചയം 7,20,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 950 കൊട്ടാരങ്ങളും 8,886 മുറികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നറിയാം. 1925 പൊതുജനങ്ങൾക്കായി മ്യൂസിയമായി മാറ്റിയ ഒരു സ്ഥലം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്ന മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. 2018 17 ദശലക്ഷത്തിലധികം സന്ദർശകർ ഇവിടെ എത്തിയിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പാലസ് മ്യൂസിയം ഫോർബിഡൻ സിറ്റി സന്ദർശിക്കുന്നത് ചൈനയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും ഒരു യാത്രയാണ്. മെറീഡിയൻ ഗേറ്റ്, ഇത് വുമൺ വഴിയാണ് പ്രവേശനം. അതാണ് നമ്മൾ നേരത്തെ കണ്ട വഴി. ഈ കവാടം ഒരു കാലത്ത് ചക്രവർത്തിക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു വഴിയാണ് പറയാം. മനോഹരമായ മാർബിൾ ശില്പങ്ങൾ, വ്യാളി തലകളുള്ള തൂണുകൾ, ചൈനീസ് വാസ്തുവിദ്യയുടെ പ്രൗഢിയും ഇവിടെ കാണാൻ പറ്റും. 3,40,000 സെറാമിക്സുകൾ, 50,000 പെയിൻറ്റിങ്ങുകൾ, പിന്നെ വിലമതിക്കാനാവാത്ത ബ്രോൺസ് ശേഖരങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1.5 ലക്ഷം ദശലധികം കലാസൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ അവരുടെ ഈ മിഗ് കിങ് രാജവംശങ്ങളുടെ കലാ, സംസ്കാരം, ഭരണം എന്നിവ മനസ്സിലാക്കി ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ഫോർബിഡൻ സിറ്റി. ഇത് നടന്ന് കാണാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയിട്ട് പോവാണെന്നറിയാം.
നമ്മളിപ്പോൾ ഫോർബിഡൻ സിറ്റിയുടെ പ്രധാനപ്പെട്ട സെൻറ്ററിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് അവസാന ഭാഗം. അത്രയും നടന്ന് കാലിൻ്റെ പണിയൊക്കെ തീർന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ. ഇതിൻ്റെ മേലും കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോകാനുണ്ട്, പക്ഷേ ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചക്രവർത്തിമാർ, ഈ ലീ കിങ് രാജവംശത്തിലുള്ള ചക്രവർത്തിമാരൊക്കെ പ്രജകളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണെന്നറിയത്. ഇവിടെ വെച്ചിട്ടാണ് അവർ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. രാജാക്കന്മാരുടെ മെയിൻ പാലസാണ് ഇത്. മറ്റ് ചുറ്റുപാടും കാണുന്ന 1001 കാമുകിമാരുണ്ടായിരുന്നു എന്ന് പറയുന്ന രാജാവിന്. അവർ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഓരോരോ കൊട്ടാരങ്ങളായിരുന്നു ഇതിന് ചുറ്റും കാണുന്നത്. ആയിരക്കണക്കിന് കൊട്ടാരങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതാണ് ഇതിന് ഫോർബിഡൻ സിറ്റി എന്ന് പേര് വരാൻ തന്നെ കാരണം. അപ്പോൾ ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഇത്രയും ആൾക്കാരുടെയൊക്കെ പ്രതിമകൾ, ഫോട്ടോകൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരിക്കലുണ്ട്. ചൈനയിൽ ഈ റെഡ് കളർ കാണുന്നത് സന്തോഷത്തിൻ്റെ അങ്ങനെയായിട്ടാണ്. ബിൽഡിങ്ങുകൾ യെല്ലോ കാണുന്നത് ഐശ്വര്യത്തിൻ്റെ ആണ് കാണുന്നത്. ആ ബ്ലൂ കളർ കാണിക്കുന്നത് സ്വർഗത്തിൻ്റെ അങ്ങനെ ആയിട്ടാണ് നമുക്കെന്നറിയാം. ഓരോരോ ഫോട്ടോസിന് ഓരോരോ ഇൻഡിക്കേഷൻസ്. ഫോർബിഡൻ സിറ്റിക്ക് ഇന്നർ പാർട്ടും ഔട്ടർ പാർട്ടുണ്ട്. ഈ ആഘോഷ പരിപാടികൾക്ക് ഇന്നർ പാർട്ടിലാണ് നടക്കാറ്. രാജാക്കന്മാരുടെ ആഘോഷങ്ങളൊക്കെ നടക്കാറ് ഇന്നർ പാർട്ടിൽ വെച്ചിട്ടാണ്. Please look here. So beautiful.好搞笑啊！ You know English? English? No. English 冇 English。我快啲啊！冇人啊！ Why you are comes here with this dress? 佢成日要 Wait. No. നമ്മളിപ്പം നടന്ന് പാലസിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. അത്രയ്ക്കും തിരക്കാണ്, ജനങ്ങൾ അത്രയ്ക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ അകത്തേക്ക് നടന്നു വരുന്നത്.
അപ്പോൾ നമ്മൾ മെല്ലെ ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ട പോകണമെന്നില്ല. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഈ സംഭവം എന്ന്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇവിടത്തേക്ക് കാണാൻ വരും, ഈ പാലസ് കാണാൻ വരും. അവരാണിത്. അവർ ട്രഡീഷണലായിട്ട് അവരുടെ പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരിക. ട്രഡീഷണലായിട്ടുള്ള പഴയ എന്താ പറയുക കുമാരിമാരുടെയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് അവരിവിടെ വന്നിട്ട് ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. പല തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ടെന്നറിയാം. അതിലൊരാളാണിത്. നല്ല ഭംഗിയുണ്ട്. ഇവർ ഡ്രസ്സിങ് തന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ചൈനയുടെ ഇരിക്കുന്നത് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചൈനയുടെ പല ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഈ പാലസ് കാണാൻ വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണ്. പോകുന്ന വഴിയിലാണ് ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കാണുന്നത്. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇവിടെ. ഈ ഗാർഡനിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലാണല്ലോ വരുന്നത്. ഗാർഡനിൽ കംപ്ലീറ്റ് ഫ്ലവേഴ്സാണ്. ഇങ്ങനെ അടിപൊളി പൂന്തോട്ടങ്ങളിങ്ങനെ നടന്ന് പോകുന്ന കോർട്ട് യാർഡിൽ കംപ്ലീറ്റ് പൂന്തോട്ടങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ കാണാം കംപ്ലീറ്റ് പൂന്തോട്ടങ്ങൾ. Spending all your time lifting me up. All of the things I've been worrying seem to be disappearing now. Reminding me what days should be made of. Sunshine betting on a good time. I've been chasing butterflies all afternoon. Night drives cruising on the high life, spending all of my time kicking with you, honey, with you. Ooh, honey, with you. Oh, we're on a coaster, we're on a cloud. Hands in the stars, we're beautiful now. All of the plans I've been making seem to be figuring themselves out. Letting them go, look at all we found. Sunshine betting on a good time. I've been chasing butterflies all afternoon. Night drives cruising on the high life, spending all of my time kicking with you, honey, with you. Honey, with you. Honey, with you. It's like a sunrise warming us up.